Hello friends, welcome back to Rithu with Family YouTube channel. അപ്പോൾ കുറേ ആയി നമ്മളൊരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ എന്തായാലും ഇന്നൊരു കുക്കിംഗ് തന്നെ ആവാമെന്ന് വിചാരിച്ചിട്ട് ചിക്കനും അരിയും എല്ലാം അച്ഛൻ വാങ്ങി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. എന്തായാലും അടുക്കളയിൽ കയറി എന്നാൽ പിന്നെ നല്ലൊരു മന്തി തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് മന്തിയാണ് നമ്മളിന്ന് തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റംസ് എല്ലാം എടുത്തിട്ടിരിക്കുന്നത്. ഉണക്ക നാരങ്ങ, അതാണിത്, ഈ ഒരു കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇനി അത് നന്നായിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മളത് ഗ്യാസെല്ലാം കത്തിച്ചു. ഇനി നേലൊരു തവ വെച്ചതിന് ശേഷം അതിലേക്ക് ഈ ഒരു കറാമ്പട്ട, നാരങ്ങയുടെ, ഉണക്ക നാരങ്ങയുടെ ഒരു തൊലി കളയാതെ തന്നെ നമ്മൾ ഇടുന്നുണ്ട്. പിന്നെ ജീരകം, കുരുമുളക്, പട്ട, ഇതെല്ലാം കൂടെ നന്നായിട്ട് ചേർത്ത് ഇളക്കിയെടുക്കണം. ചെറുതായിട്ടൊന്ന് ചൂടായി എടുത്താൽ മതി. പിന്നെ അതിന് ശേഷം ഇത് നന്നായിട്ട് ചൂടാറിയതിന് ശേഷം ചെറിയൊരു ജാറിലേക്ക് ഇട്ട് നന്നായിട്ട് പൊടിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇനി നമ്മുടെ പണി ദേ ഈ ചിക്കൻ്റെ മുകളിലാണ്. ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ദേ ഇതുപോലെ നമ്മൾ ടൂത്ത് പിക്കാണ് ഇപ്പോൾ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അത് ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് കുത്തി എടുക്കുകയാണ്. നമ്മുടെ മസാല നമ്മൾ മാറ്റി വെച്ച മസാലയാണ്. അപ്പോൾ അത് ചിക്കൻ നന്നായിട്ട് നമ്മൾ ഉള്ളിലേക്ക് പ്രസ്സായിട്ട് നന്നായിട്ട് കുത്തിയെടുക്കണം. എന്താ വെച്ചാൽ നമ്മൾ മസാലയൊക്കെ തേച്ച് പിടിപ്പിക്കുമ്പോൾ ഉള്ളിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടാനാണ്. മറ്റല്ലാന്നുണ്ടെങ്കിൽ ആ സോഫ്റ്റ്നെസ് നമുക്ക് ഉള്ളിലേക്ക് കിട്ടില്ല. ഇനി നമ്മൾ എടുത്തിരിച്ചിരിക്കുന്ന ഈ ഒരു മസാലയ്ക്ക് ഒരു ഹാഫായിട്ടുള്ള ആ ഒരു നാരങ്ങയുടെ കഷ്ണം മുഴുവനായിട്ട് പിഴിയുന്നുണ്ട്. പിന്നെ നമ്മൾ ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് അതിൽ മുക്കിയെടുക്കുകയാണ്. നന്നായിട്ട് ഉള്ളിലേക്ക് ആ മസാല നന്നായിട്ട് എത്തുന്ന വിധം നന്നായിട്ട് ഉള്ളിലേക്ക് തേച്ച് പിടിപ്പിക്കണം. അങ്ങനെ നമ്മളിതേ ആ ഒരു ചിക്കനിലേക്ക് മസാല നന്നായിട്ട് തേച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ ഒരു 2-3 മണിക്കൂറുകളും ഇരുത്തണം. എന്നിട്ട് വേണം നമുക്ക് ഇതിനെ ബാക്കി പരിപാടികളിലേക്ക് കിടക്കണം. അങ്ങനെ നമ്മളിപ്പോൾ ഒരു റാപ്പിംഗ് പേപ്പർ ഉപയോഗിച്ചിട്ട് നന്നായിട്ട് റാപ്പ് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം ഒരു 4 മണിക്കൂർ 5 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങളിപ്പോൾ എടുത്തത്. അപ്പോഴേക്കും നന്നായിട്ട് മസാലയൊക്കെ ആ ചിക്കൻ്റെ മുകളിലേക്ക് നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്.
അങ്ങനെയല്ലേ സാരില്ല ഇളക്കിയിട്ട് എപ്പോൾ നോക്കും